ഈ സ്പോൺസർക്ക് ഒരുപക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചു, ഒക്ടോബറിൽ വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, അർജന്റീന ടീമിന് ഒക്ടോബറിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് സ്പോൺസർക്ക് പറഞ്ഞൊഴിയാം. പക്ഷേ ഒരു സർക്കാർ ഇത്തരത്തിലൊരു നാണക്കേടിലേക്ക് പോകാനുള്ള ഒരു കാരണം ഒരു ഉത്തരവാദിത്തമില്ലായ്മ എന്തായാലും വകുപ്പിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരില്ല. കാരണം ഇവർക്കൊരു പക്ഷേ ഒരു സ്പോൺസർ ഇതിൽ ഇടപെട്ടു. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വിവാദം ഉണ്ടായ പശ്ചാത്തലം നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ്. ആ സമയത്തെങ്കിലും മറ്റൊരു സ്പോൺസറെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഈ സ്പോൺസറോട് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയാനോ, നമുക്കറിയാം സ്പെയിനിൽ വരെ കായിക മന്ത്രി പോയിട്ടാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളെ സംസാരിച്ചത്. അപ്പോൾ അത്രയും നടപടികളിലേക്ക് പോയി സർക്കാർ അതിനുവേണ്ടിയൊക്കെ ഒരു പ്രാഥമികമായി തന്നെ ഒരു പണം ചെലവിട്ടിട്ടുണ്ട്. എങ്കിൽ ഇവർക്ക് ഒരു ഉത്തരവാദിത്തത്തോടെ അടുത്ത ഘട്ടമെങ്കിലും ഒന്ന് ശ്രമിക്കാമായിരുന്നു. തീർച്ചയായും സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭരണ സംവിധാനം ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ആഗ്രഹിച്ചാൽ കാര്യം നടക്കില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് മെസ്സി വരണം എന്ന് വെച്ചുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുകയാണ് മെസ്സി വരും കേട്ടോ, ജൂൺ 6 ഇക്കാര്യത്തിൽ മന്ത്രി ഒരു പോസ്റ്റ് ഇടുന്നു, മെസ്സി വരും കേട്ടോ എന്ന് പറയും. പക്ഷേ പോസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അത് സ്പോൺസർ ചർച്ച നടത്തിയെന്ന് പറയുന്നു. പക്ഷേ സ്പോൺസർ എവിടെയാണ് ചർച്ച നടത്തിയത്? ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? എത്ര പൈസ കൊടുക്കണം? ഇത് 300 കോടി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ സർക്കാർ പറയുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനമാണ്. അതായത് സർക്കാർ ചെലവിട്ട പണം തിരിച്ച് കിട്ടും, അത് നഷ്ടപ്പെടില്ല. അപ്പോൾ എത്ര പണം കൊടുത്തു എന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സർക്കാർ കുറച്ച് പണം ചിലവായാലും കുഴപ്പമില്ല, അത് പോയാലും കുഴപ്പമില്ല. പക്ഷേ മെസ്സി വരുമെന്നൊരു വാഗ്ദാനം. മെസ്സി മാത്രമല്ല, ഈ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ. അത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് പ്രതീക്ഷ മാത്രമല്ല, കേരളത്തിലെ ഫുട്ബോളിലും കേരളത്തിലെ ടൂറിസം രംഗത്തും പൊതുവെ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ വ്യാപാര രംഗത്തും വാണിജ്യ രംഗത്തും ഒക്കെ വലിയ മാറ്റം ഉണ്ടാകും.